وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. സൂറത്തുൽ ബഖറയിലെ 58-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമത്തെ നിയമം വഇദ് ഖുൽനാ ദഖുലു, അവിടെ ദാലിന്റെ മേലെ സുക്കൂൻ വന്നതുകൊണ്ട് ഖൽഖലയാണ് നിയമം. ഫകുലു മിൻഹാ ഹൈസു ശിഅ്തും റഗദാ, റായിനെയും ഗൈനിനെയും കനപ്പിക്കേണ്ടതാണ്. റ ഗ എന്ന ശബ്ദമാണ് കേൾപ്പിക്കേണ്ടത്. വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു, വദ്ഖുലു എന്ന പദത്തിനും ഖൽഖലയുണ്ട്. സുജ്ജദൻ വഖൂലു, തൻവീന് ശേഷം വാവ് വന്നു. വാവ് അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തൻവീനിനെ വാവിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും. തൻവീന് ശേഷം നൂന് വന്നു. നൂന് അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, അപ്രകാരം പാരായണം ചെയ്യേണ്ടതാണ് മണിച്ചുകൊണ്ട്. ഖതായാക്കും, ഖാ താ എന്നീ രണ്ട് അക്ഷരങ്ങളെ കനപ്പിക്കേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. അമ്മാബാദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 58-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കർത്ഥങ്ങൾ വഇദ് ഖുൽന, നാം പറഞ്ഞ സന്ദർഭം, ഉദ്ഖുലു പ്രവേശിക്കുവിൻ, ഹാദിഹിൽ ഖറിയ ഈ രാജ്യത്തിൽ, ഫകുലു എന്നിട്ട് തിന്നുകൊള്ളുവിൻ, മിൻഹ അതിൽ നിന്ന്, ഹൈസു ശിഅ്തും നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന്, റഗദ സുഭിക്ഷമായി, വദ്ഖുലു പ്രവേശിക്കുകയും ചെയ്യുവിൻ, അൽ ബാബ പടിവാതിൽ അല്ലെങ്കിൽ കവാടം, സുജ്ജദ സുജൂദ് ചെയ്യുന്നവരായി അല്ലെങ്കിൽ തല കുനിച്ചവരായിക്കൊണ്ട്, വഖൂലു പറയുകയും ചെയ്യുവിൻ, ഹിത്വത്തുൻ പാപമോചനം അല്ലെങ്കിൽ പൊറുക്കൽ, നഗ്ഫിർ നാം പൊറുക്കും, ലക്കും നിങ്ങൾക്ക്, ഖതായാക്കും നിങ്ങളുടെ തെറ്റുകൾ, വസനസീദു നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും, അൽ മുഹ്സിനീൻ സുകൃതം ചെയ്യുന്നവർക്ക്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ അർത്ഥം, നാം നിങ്ങളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക, നിങ്ങൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചുകൊള്ളുവിൻ, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന് സുഭിക്ഷമായി തിന്നുകൊള്ളുക, നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട് പടിവാതിൽ കടക്കുകയും ഹിത്വത്തുൻ എന്ന് ആ പശ്ചാത്താപ വചനം പറയുകയും ചെയ്യുവിൻ, നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരുന്നതാണ്, സുകൃതം ചെയ്യുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുത്തേക്കുകയും ചെയ്യും. ഇവിടെ ഇസ്രായേൽ ജനത മൂസാ നബി അലൈഹിസ്സലാമിയുടെ കൂടെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം സിനാ മരുഭൂമിയിൽ കഴിഞ്ഞുകൂടിയ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലർക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധ ഭൂമി ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളുമായി ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട
പിന്നീട് സീനാ മരുഭൂമിയിൽ തങ്ങേണ്ടി വന്ന സാഹചര്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സിനാ മരുഭൂമിയിൽ കെട്ടിത്തിരിഞ്ഞ് നടക്കുന്ന ബനു ഇസ്രായേലരോട് ഒരു രാജ്യത്തിലേക്ക് കടക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഈ വിഷയം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിൽ പറയുന്നത്? വഇദ് ഖുൽനാ, നാം നിങ്ങളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഉദ്ഖുലു ഹാദിഹിൽ ഖറിയ, നിങ്ങൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചുകൊള്ളുവിൻ. ഫകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദാ, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന് സുഭിക്ഷമായി തിന്നുകൊള്ളുക. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹു പ്രവേശിക്കാൻ പറഞ്ഞ രാജ്യവും എന്നിട്ട് ആ രാജ്യത്തിൽ നിന്ന് സുഭിക്ഷമായി ഭക്ഷിക്കുവാൻ പറഞ്ഞതും അത് ഏത് രാജ്യമായിരുന്നു, ഏത് പ്രദേശമായിരുന്നു എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ പറഞ്ഞ ഈ രാജ്യം അത് ജോർദാൻ നദിയുടെ താഴ്വരക്ക് സ്ഥിതി ചെയ്യുന്ന ചാവുകടലിന്റെ അടുത്തുള്ള ഒരു പട്ടണമായ അരീഹ എന്ന പ്രദേശമായിരുന്നു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് തുടങ്ങിയ പ്രഗൽഭരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഇസ്രായേല്യരോട് പ്രവേശിക്കാൻ പറഞ്ഞത് അത് അരീഹായിലായിരുന്നു എന്നും അതിനുശേഷമാണ് പിന്നീട് അവർ പരിശുദ്ധ സ്ഥലമായ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിച്ചത് എന്നാണ് ഈ വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ അഭിപ്രായം കൊടുത്ത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവേശിക്കാൻ പറഞ്ഞ ആ രാജ്യം അത് ബൈത്തുൽ മുഖദ്ദസ് ആണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പ്രബലമാക്കിയ ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയത് അത് ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട ആ രാജ്യം അത് ബൈത്തുൽ മുഖദ്ദസ് ആണ് എന്നാണ്. താബിഈങ്ങളിൽ പ്രശസ്തനായ അറിയപ്പെട്ട തഫ്സീർ പണ്ഡിതനായിരുന്ന ഇസ്മായിൽ ഇബ്നു അബ്ദുറഹ്മാൻ അസ്-സുദ്ദി റഹിമഹുല്ല അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ശിഷ്യനായിരുന്ന വലിയ പണ്ഡിതനായിരുന്നു. അതുപോലെ അറാബിഅ ഇബ്നു അനസ് റഹിമഹുല്ല, ഇമാം ഖത്താദ റഹിമഹുല്ല, അബൂ മുസ്ലിം അൽ അസ്ഫഹാനി റഹിമഹുല്ല, അതുപോലെ തന്നെ മറ്റു ധാരാളം പണ്ഡിതന്മാർ അവരെല്ലാം അഭിപ്രായപ്പെട്ടത് ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട ആ രാജ്യം അത് ബൈത്തുൽ മുഖദ്ദസ് ആണ് എന്നാണ്. ഈ അഭിപ്രായമാണ് സഹോദരങ്ങളെ ഇബ്നു കസീർ റഹിമഹുല്ല ബലപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം. സൂറത്തുൽ മാഇദയിലെ 21-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അവർക്കിടയിൽ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? യാ ഖൗമി ദഖുലുൽ അർള മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, എന്റെ ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളതായ ആ പരിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവീനെന്നാണ്. ഇസ്രായേല്യരുടെ വംശപിതാക്കളായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ യഖൂബ് നബി അലൈഹിസ്സലാം, ഒരു കാലത്ത് ഈ മഹാന്മാരായ പ്രവാചകന്മാർ താമസിച്ച സ്ഥലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന പ്രദേശം. ആ പ്രദേശമാണ് ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ച പോലെ ആ പരിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കുവാനായി അവിടെ ഉണ്ടായിരുന്ന അമാലിക്ക വിഭാഗക്കാരുമായി യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്രായേൽ ജനത ആ പ്രദേശത്തിലേക്ക് കടക്കുന്നതിന് മടി കാണിക്കുകയാണ് ചെയ്തത്. ഭീരുക്കളായ ഇസ്രായേല്യർക്ക് അള്ളാഹുവിന്റെ വാഗ്ദാനം തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ 40 കൊല്ലത്തോളം അവർ അള്ളാഹുവിനെ അനുസരിക്കാതെ ആ സിനാ മരുഭൂമിയിൽ കെട്ടിത്തിരിഞ്ഞ് നടക്കുകയും അതിനിടയിൽ മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം ആ പുണ്യഭൂമി പ്രവേശിക്കുന്നതിന് മുമ്പ് മരണപ്പെടുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, പിന്നീട് മൂസാ നബി അലൈഹിസ്സലാമിയുടെ പിൻഗാമിയായി കടന്നു വരുന്നത്, അവരുടെ നേതൃത്വം കൈയാളുന്നത് അത് യോശുവ പ്രവാചകനെന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള ബൈബിൾ പേരെടുത്തു പറയുന്ന മഹാനായ യൂശഅ ഇബ്നു നൂൻ അലൈഹിസ്സലാമിയാണ്. അങ്ങനെ ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പവിത്രമായ രാജ്യം ജയിച്ചടക്കാനുള്ള അനുഗ്രഹം ഇസ്രായേലിയർക്ക് നൽകുന്നത് അത് യൂശഅ അലൈഹിസ്സലാമിലൂടെയാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ചരിത്ര പണ്ഡിതൻ കൂടിയായിരുന്ന ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികൾക്ക് ആ പരിശുദ്ധ പ്രദേശം കീഴടക്കാനുള്ള സൗഭാഗ്യം നൽകിയത് അത് ഒരു വെള്ളിയാഴ്ച ദിവസത്തിന്റെ തലേ ദിവസമായിരുന്നു എന്ന്
ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് സഹോദരങ്ങളെ ഈ 58-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾക്ക് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണത്തിന്റെ ഒരു ചുരുക്കം. ഇനി ഈ ആയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.